ഇയർ ബാലൻസ് രോഗം വന്നിട്ടില്ലാത്ത എല്ലാ വ്യക്തികൾക്കും ഇത് വളരെ നിസ്സാരമായിട്ടുള്ള രോഗമാണെന്നും ധാരണയുള്ളത്. ഇത് വന്നാൽ മാത്രമേ അറിയുള്ളൂ ഇതിൻ്റെ കഷ്ടപ്പാടും കാഠിന്യവും. സാധാരണ എല്ലാവരുടെയും വിശ്വാസം ഇത് വളരെ നിസ്സാരമായിട്ട് കുറച്ച് നേരം കിടന്നാൽ മാറിപ്പോകുന്ന രോഗമാണെന്നാണ്. പക്ഷെ വന്ന രോഗിയുടെ ഭീകരമായ അനുഭവങ്ങളും എല്ലാം വിശദമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എനിക്ക് എല്ലാവരോടും ആവശ്യപ്പെടാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇത് ഇല്ലാത്തവരും ദയവായിട്ട് നിങ്ങളുടെ ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ രോഗം മാറാൻ സാധ്യത ഉണ്ടെങ്കിൽ മാറി കിട്ടട്ടെ. ഇത് മോണിറ്റൈസേഷന് വേണ്ടി പറയുന്നതല്ല, കാരണം എൻ്റെ വീഡിയോകളൊന്നും മോണിറ്റൈസ് ചെയ്യുന്നതല്ല, സോഷ്യൽ ഒരു സർവീസായിട്ട് മാത്രം ചെയ്യുന്നതാണ്. ദയവായിട്ട് എല്ലാവരും അത് ഷെയർ ചെയ്യുക. അതുകൊണ്ട് തലകൾക്കും മാറാനും ബാക്കിയുള്ള ആൾക്കാർക്കും ഒരു സാധ്യത ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെ. താങ്ക് യു. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ തൃക്കൂർ താമസിക്കുന്നു. എൻ്റെ പേര് ഭാരതി. എനിക്ക് 2016 ഞാൻ ബാത്റൂമിൽ കുഴഞ്ഞു വീണു. എന്നിട്ട് അവിടുന്ന് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവർ സ്കാൻ ചെയ്തു, എക്സ്റേ എടുത്തു, അതേപോലെ തന്നെ എല്ലാ ടെസ്റ്റുകളും ബ്ലഡ് ടെസ്റ്റും ഒക്കെ നടത്തി. അത് കഴിഞ്ഞ് പിന്നെ ഒരു മെഷീൻ ഘടിപ്പിച്ച് ഒരു ദിവസം കിടത്തി, അറ്റാക്കാണോ എന്നറിയാൻ. അങ്ങനെയൊക്കെ നോക്കിയിട്ട് അവർ പറഞ്ഞ ചെറിയൊരു ബ്ലഡ് സർക്കുലേഷൻ്റെ കുറവുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം അവിടെ കിടന്ന് പോന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വരും. ഞാനാണെങ്കിൽ കാണാത്ത ഡോക്ടർമാരിലെ കുറേ ഡോക്ടർമാരെ കണ്ടു. അങ്ങനെ വെർട്ടിൻ സ്ഥിരം മേടിച്ചു വെച്ചേക്കായിരുന്നു കഴിക്കാൻ. ഇത് വരുമ്പോൾ അത് കഴിച്ചാൽ ഭയങ്കര ക്ഷീണമാണ്, കഴിക്കണവർക്കറിയാം. ഈ ഇയർ ബാലൻസ് എന്ന് പറയുന്നത് തന്നെ ക്യാൻസറിനേക്കാളും ഭയങ്കര രോഗം തോന്നും വരണ ആൾക്കാർക്ക്. എന്നുവെച്ചാൽ അത്രയും ടെൻഷനാണ്. നമുക്ക് എന്നിട്ടൊരു ജോലി ചെയ്യാൻ പറ്റില്ല, ഒന്നും പറ്റില്ലല്ലോ. ഛർദ്ദിക്കാൻ വരിക, കുഴഞ്ഞു വീഴുക, എന്തൊക്കെയായിരുന്നു. ഞാൻ വളരെ ടെൻഷനായിരുന്നു എനിക്ക് അതിനെ പറ്റിയിട്ട്. അങ്ങനെ ഞാൻ ഒരു ദിവസം ഇപ്പോൾ വെർട്ടിൻ കഴിച്ചിട്ടും കുറയാണ്ടായി. അപ്പം ഞാൻ ഒരു ദിവസം സാധാരണ കാണുന്ന ഡോക്ടറെ കാണാൻ പോകുമ്പോഴാണ് ഒരു കുട്ടി ഓട്ടോറിക്ഷക്കാരൻ വന്നിട്ട് പറഞ്ഞത്, ഞാൻ എൻ്റെ നടത്തം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇയർ ബാലൻസിൻ്റെയാന്ന്. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഇയർ ബാലൻസിന് ഇങ്ങനെ ഒരു ഡോക്ടർ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡോക്ടറെ വിളിച്ചു. ഡോക്ടറെ വിളിച്ചാൽ എപ്പോഴും സന്നദ്ധരായിട്ടായിരുന്നത് ഡോക്ടർ. പിന്നെ അതുമല്ല, അവിടെ രോഗികളുണ്ടാവും. അപ്പോൾ അവരുടെ കഴിഞ്ഞ ആളൊരു സമയം അന്ന് തന്നെ പറയും. അങ്ങനെ എൻ്റെ ബെഡ്റൂമിൽ കിടക്കയിൽ കിടന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്നിട്ട് എൻ്റെ ഇയർ ബാലൻസ് മാറ്റിയത്. അതും ഒരു പുഷ്പം എടുത്ത് കളയണ പോലെയാണ് എൻ്റെ തലേന്ന് എടുത്ത് മാറ്റിയത്. എണിക്കാൻ വയ്യ, നടക്കാൻ വയ്യ, ഭക്ഷണം കഴിക്കാൻ വയ്യ, ഛർദ്ദിക്കാൻ വന്നിട്ട് ആകെ കുഴയുക, വിയർക്കുക, ആകെ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു 10-20 മിനിറ്റ് എന്നോട് തല ചരിക്കുകയോ അങ്ങനെ ആളുടെ എക്സസൈസുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങോട്ട് എന്നിട്ടിരിക്കുകയോ അതേപോലെ മുകളിലേക്ക് നോക്കുകയോ ചരിക്കുകയോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ വിചാരിച്ചില്ല ഇത്ര വേഗം മാറും എന്നുള്ളത് വിചാരിച്ചില്ല. എനിക്ക് തല പൊന്തിക്കാൻ പറ്റാണ്ട് കിടന്ന കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ കാര്യങ്ങൾ കഴിഞ്ഞോടുകൂടി ഞെട്ടിരുന്നോളൂ, നടന്നോളൂ എന്ന് പറഞ്ഞു. എൻ്റെ തല വിറക്കലും തല തിരിച്ചലും എവിടേക്കാ പോയി എന്നറിയില്ല. ശരിക്കും ഈ കാര്യങ്ങൾ നമ്മൾ ലോക ജനതയെ മുഴുവൻ അറിയിക്കേണ്ടത്. എന്താ വെച്ചാൽ കുറേ ആൾക്കാർ ഇതുപോലെ ഇയർ ബാലൻസ് ആയിട്ട് ഒരു നിവൃത്തിയില്ലാണ്ട് നടക്കുന്നുണ്ട്. അത് എങ്ങനെ എത്തിക്കാൻ പറ്റുക? എല്ലാവരിലും നമുക്കിത് എത്തിക്കണം. എന്താ വെച്ചാൽ വേറൊരു ഡോക്ടേഴ്സ് ഇല്ല ഇതിങ്ങനെ മാറ്റണത്, എൻ്റെ അറിവിലില്ല. ഞാനൊരു മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞു, മെഡിക്കൽ ഷോപ്പ് എന്നോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, രവി ഡോക്ടറല്ലേ ഇയർ ബാലൻസിൻ്റെ ഡോക്ടർ തന്നെയാണ് അത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അനുഭവം പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞു. അതേപോലെ എനിക്കുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ ഇട്ടു. പക്ഷെ അതൊന്നും പോരാ, നമുക്ക് ഇത് കുറേ ആൾക്കാരിലേക്ക് എത്തിക്കണം, ലോക ജനതയെ മുഴുവൻ അറിയിക്കണം. എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. അതിന് എന്തെങ്കിലും വഴികളും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം. പറ്റാവുന്ന അല്ല, അതിന് പ്രാപ്തിയുള്ള ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. എന്നുവെച്ചാൽ ഡോക്ടർക്ക് ഇപ്പോൾ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ കഷ്ടത നീങ്ങാനാണ് നമ്മളിത് പറയണത്. അപ്പോൾ അതേപോലെ നമ്മളൊരു വണ്ടി വിളിച്ച് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകണം, അത്ര ഫീസും കൂടി അദ്ദേഹം മേടിക്കുക. വളരെ തുച്ഛമായിട്ടുള്ള ഒരു ഫീസ് ആൾ വാങ്ങിക്കണുള്ളൂ. അങ്ങനെ ഈ രോഗികൾക്ക് വേണ്ടിയിട്ട് ജീവിക്കണത് ഒരു ഡോക്ടർ. അത്
അത്രയും നല്ല മനസ്സും അതേപോലെ തന്നെ വേണ്ട കാര്യങ്ങളൊക്കെ നല്ല ആത്മധൈര്യം തരാനും എല്ലാത്തിനും അദ്ദേഹം ത്തിന് കഴിയുന്നുണ്ട്. അതേപോലെ ഒരു ഗുളിക പോലും ഇല്ല, അതാണ് രസം. ഒരു ഗുളിക പോലും ഇതിനു വേണ്ടിയിട്ട് കഴിക്കാൻ അദ്ദേഹം പറയില്ല. എന്നാൽ രോഗം മാറി. നമ്മളുടെ തലേന്ന് എന്തൊരു സാധനം എടുത്ത് കളഞ്ഞ പോലെയാ രോഗം മാറ്റിയത്. അത്ഭുതം തോന്നും നമുക്ക് ആ രോഗം മാറി എണീക്കുമ്പോൾ. അപ്പോൾ ഈശ്വരൻ്റെ രൂപത്തിലല്ല, ഈശ്വരൻ തന്നെയാണ് അദ്ദേഹം. ഇയർ ബാലൻസ് രോഗികൾക്ക് ഈശ്വരൻ തന്നെയാണ് അദ്ദേഹം. അദ്ദേഹം ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി ഇനിയും കുറേ നാള് ഇരിക്കണം നമ്മളെപ്പോലുള്ള രോഗികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതിന് ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.